ഒരു പരിശോധന ഇപ്പോൾ ഗോവിന്ദച്ചാമി പിടിയിൽ എന്ന വാർത്ത വരുന്നു. നമുക്കിനി ഒഫീഷ്യൽ സോഴ്സിൽ നിന്ന് ആ വാർത്ത ഒന്നുകൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഗോവിന്ദച്ചാമി കൊടും കുറ്റവാളിയെ പിടികൂടിയിരിക്കുന്നു എന്ന വാർത്തയും നമ്മളിപ്പോൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. അല്പസമയം മുമ്പ് ചെറിയ സൂചനകൾ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് തന്നെ ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തുള്ളിൽ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇന്ന് പുലർച്ചെ 4:15-നും 6:30-ക്കും ഇടയിലാണ് ഗോവിന്ദച്ചാമി കണ്ണൂരിലെ സെൻട്രൽ ജയിലിലെ 10ാമത്തെ ബ്ലോക്കിൽ നിന്ന്, അതീവ സുരക്ഷയുണ്ട് എന്ന് നമ്മൾ കരുതിയ 10ാമത്തെ ബ്ലോക്കിൽ നിന്ന് 3 മതിലുകൾ ചാടി ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി, അതായത് കൈപ്പാദം നഷ്ടപ്പെട്ട ഗോവിന്ദച്ചാമി അവിടെ നിന്നും തുണി കൂട്ടിക്കെട്ടി വടമാക്കി മാറ്റി അതിൽ നിന്ന് ദേശീയപാതയിൽ ഇറങ്ങി രക്ഷപ്പെട്ടത്. ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ച് ഒരു ചായക്കടയുടെ പിന്നിൽ ഇയാൾ പതുങ്ങിയിരിപ്പുണ്ടായിരുന്നുവെന്ന് ഒരു ദൃക്സാക്ഷിയുടെ മൊഴി വന്നിട്ടുണ്ട്. എന്തായാലും കണ്ണൂരിൽ നിന്ന് അധിക ദൂരം അകലെയല്ലാതെ ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. എവിടെ വെച്ച് പിടികൂടി, എങ്ങനെ പിടികൂടി, കണ്ണൂർ നഗരത്തിൽ നിന്നാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ജയിലിൽ നിന്ന് അധിക ദൂരം അകലെയല്ലാതെ ഇപ്പോൾ ഗോവിന്ദച്ചാമി പിടികൂടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ ഭയന്നിരുന്നത് പോലെ പുറത്തുനിന്നുള്ള മറ്റേതെങ്കിലും സഹായം ഇയാൾക്ക് പോകാനായിട്ട് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു വാഹന സൗകര്യം കിട്ടിയിട്ടില്ല. VS സുജിത്ത്, ഇപ്പോൾ നമുക്കത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് പിടിയിലായി എന്നുള്ളത്. അത് സ്ഥിരീകരിക്കാത്ത വിവരമാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് പിടിച്ചിരിക്കുന്നു. തളാപ്പിൽ നിന്നാണ് പോലീസ് പിടിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണൂർ നഗരം വിട്ടു പോകുന്നതിന് മുൻപ് തന്നെ ഗോവിന്ദച്ചാമിയെ പോലീസ് വലയിലാക്കിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗോൾഡൻ ഹവേഴ്സ് വളരെ കൃത്യമായി പോലീസ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു ചാടി പോകാൻ സാധ്യതയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണമായിരുന്നു. ആ അന്വേഷണത്തിൽ വളരെ കൃത്യമായി തന്നെ നഗരം വിട്ടു പോകാനുള്ള സാധ്യതയില്ല എന്ന് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു. കാരണം കൃത്യമായി നഗരം വിട്ടു പോകണമെങ്കിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തണം, വാഹന സംവിധാനം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പൊതുഗതാഗത സംവിധാനത്തെ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടാനുള്ളൊരു സാധ്യത ഇല്ലാത്തതിനാലാണ് ഈ ജയിൽ ചുറ്റുവട്ടം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ഏകദേശം ഒരു 4 കിലോമീറ്റർ അകത്ത് തളാപ്പിൽ നിന്നാണ് പിടികൂടിയത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അപ്പോൾ ഗോവിന്ദച്ചാമിയെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൊടും കുറ്റവാളി ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ 4 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് പിടിയിലായിരിക്കുന്നു എന്നുള്ള വളരെ നിർണായകമായ വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് വരുന്നത്. ഗോവിന്ദച്ചാമിയെ പിടിയിലായിരിക്കുന്നു. അത് പോലീസിൻ്റെ